അപ്പോൾ ഗൈസ്, അപ്പോൾ സംഭവങ്ങളൊക്കെ ഒത്തു തീർന്നിട്ടുണ്ട്. എല്ലാം ശുഭം എന്നുള്ള ടൈറ്റിൽ കാർഡ് വന്നു കഴിഞ്ഞു. ഈ വേറൊന്നിനെ പറ്റിയൊന്നല്ല, നമ്മുടെ മനാഫ് അർജുൻ വിഷയം തന്നെയാണ്. ഇപ്പോൾ മനാഫ് എന്താണ് ജിതിൻ്റെയും അർജുൻ്റെ അനിയനെയും ഒക്കെ പോയി കണ്ടു, ചായ കുടിച്ചു, പിരിഞ്ഞു. അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറി എന്നൊക്കെ ജിതിനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ജിതിനെ പറ്റിയിട്ട്. ഇങ്ങനത്തെ പല മൂലക്കൊന്നും അവിടുന്നും ഇവിടുന്നൊക്കെ കുത്തിപ്പൊക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും കുറേ ആൾക്കാരുണ്ടാവും. ഏത് മേഖലയിലായാലും ഉണ്ടാവും. അത് കണ്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും ചോര ഊറ്റി കുടിച്ച് ആസ്വദിക്കുന്ന കുറേ വെട്ടുകളികളുണ്ടാവും. അതിൽ പെട്ടതാണെന്നാണ് ജിതിനും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഒരു സംഭവത്തിലല്ലേ നമ്മുടെ പേഴ്സണൽ ആരെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് ബി എന്ന വ്യക്തിയോട് ഈ പറഞ്ഞ സംഭവം ശരിയാണെന്ന് നേരിട്ടാണ് ചോദിക്കന്നെ. ഫേസ് ടു ഫേസ് സംസാരിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രശ്നം അവിടെ തീരും, മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ഇതിലുണ്ടായത്. വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് എന്തിനാണ് അർജുൻ്റെ ഫാമിലിയും മറ്റുള്ളവരൊക്കെ മനാഫിനെ രണ്ട് കൂട്ടരെയും ജനങ്ങളെ ഒരേ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിന് മുന്നേ വരെ, അതിന് ശേഷം നിങ്ങളുണ്ടാക്കി വെച്ചതല്ലത്. മറ്റുള്ളവരെയൊക്കെ എന്നുള്ള കുത്തിത്തിരിപ്പിലൊക്കെ നിങ്ങൾ എന്തിനാ വീഴാൻ പോയത്? പക്വതക്കുറവായിരിക്കാം, ഓക്കെ, ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ജിതിന് ഇന്നലത്തെ ആ ഒരു മനാഫ് അവർ വീട്ടിൽ പോയതിനു ശേഷം മറ്റേ സീക്രട്ട് ഏജന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ജിതിൻ പറഞ്ഞത്. ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സണോ ഒന്നുമല്ല, സാധാരണ ജിതിനാണെന്നാണ് പറഞ്ഞത്. സംഭവം വളരെ ശരിയാണ്, സാധാരണ ജിതിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ കൺവേ ചെയ്യാൻ പോയ കാര്യമല്ല അത് അവസാനം വന്നത്. ഞാൻ ഓരോ ചോദ്യങ്ങൾ മുഴുമിക്കാൻ കൺക്ലൂഷൻ നടത്താൻ പറ്റിയില്ല, വേറെ ചോദ്യത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ ഞാൻ ഉദ്ദേശമാതിരി അല്ലതാ അത് വന്നു പോയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇനി ഞാനിതിനെ പറ്റി വേറെ കാര്യം പറഞ്ഞില്ല. പക്ഷെ അതിനോട് ഞാൻ യോജിക്കണില്ല, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതിന് കാര്യങ്ങളൊക്കെ, മനസ്സിലായില്ല? തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറയാം, അല്ലാതെ കൺക്ലൂഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയരുത്. പിന്നെ ജിതിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഏതായാലും പറഞ്ഞല്ലോ, വേറെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് തിരിഞ്ഞു പോയതാണ്, കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്, അങ്ങനെ മനാഫും പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ പേരെടുത്ത് പറയുക. കാരണം വേറൊന്നുമില്ല, അവരും ക്രൂശിക്കപ്പെടട്ടെ. ഇപ്പോൾ ജിതിനും 1-2 ദിവസമായെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം ഏറ്റുമല്ലോ, അതേമാതിരി അവർ കേൾക്കട്ടെന്നേ. നിങ്ങൾ അങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണവരെ വെറുതെ വെക്കരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണവനൊക്കെ പൊതു മുഖത്തിലിങ്ങോട്ട് കൊണ്ടിട്ടെ, ഈ അവരെ കുറച്ചൊന്ന് സൈബർ ആക്രമണം നടത്തട്ടെ. എന്താ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. നമ്മളെ പഴമക്കാർ പറഞ്ഞ മാതിരി ഈ മൂട്ടിൽ തീ കൊടുക്കുക, എരിയുന്ന ഇതിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിക്കുക, ആ വക ടീമിനൊക്കെ പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഈ ഒരു സംഭവം ഇങ്ങനെ ആയതിൽ, ഇങ്ങനെ പര്യവസാനം സംഭവിച്ചത് നല്ലൊരു സന്തോഷമുണ്ട്. അതിനും നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ മനാഫ്ക ബിഗ് സല്യൂട്ട്. നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണ് മനുഷ്യ. വല്ലാത്ത മനുഷ്യൻ തന്നെ, കാര്യമായിട്ട് പറയണം, ഉള്ളു തട്ടിനെ പറയും, വല്ലാത്ത മനുഷ്യനാണ്. ബിഗ് സല്യൂട്ട്. പിന്നെ ഇതിലൊരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഒരു സംഭവത്തിൽ ഭയങ്കര വിഷമിക്കുന്ന കുറച്ച് ടീമുണ്ടാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടീമുകൾ, ഇരുതല 2 സൈഡും കത്തിച്ചിങ്ങാണ്ട് സ്ട്രോട്ട് കുടിക്കുന്ന ടീം, അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. മനാഫ്ക അവരെ സങ്കടപ്പെടുത്തി കളഞ്ഞല്ലോ നിങ്ങൾ ഇത്ര പെട്ടെന്ന്, അല്ലേ? പിന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ് ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് എന്തടിസ്ഥാനത്തിനാണ്? മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് അർജുൻ്റെ സഹോദരി പറയുണ്ടായി, മനാഫിനെതിരെ ഞങ്ങൾ ഒരു മൊഴിയോ ഒന്നും കൊടുത്തിട്ടില്ല. മനാഫ്ഖാൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന അവരെ സൈബർ ആക്രമണം, ഇതിനെതിരെയാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞത്. അവർക്ക് സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന സൈബർ ആക്രമണത്തിനെതിരെയാണ് കേസ് കൊടുത്തത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മനാഫിനെ പ്രതിയേർത്ത്? പിന്നെ കുറേ അവർ ചെക്ക് ചെയ്തിട്ട് പറയും മനാഫ് പ്രതിയല്ല, മനാഫ് കുറ്റവിമുക്തനാന്ന് പറഞ്ഞു. പോലീസ് എന്താണ് ഇങ്ങനെ? ഒരു നമ്മുടെ കൊടുക്കണ ഒരു മൊഴിക്കനുസരിച്ചല്ലേ കേസെടുക്കുക, സ്വമേധയാ കേസെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്കറിയില്ല. നമ്മുടെ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ അവരാകെ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പം നമ്മുടെ ഫോഴ്സ്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ വലിച്ചിട്ട് അയക്കുന്നില്ല. ഏതായാലും ശുഭം എന്നുള്ള ടൈറ്റിൽ കാർഡ് വന്നത് സ്ഥിതിക്ക് നമ്മൾ ഈ വിഷയം ഈ ഒരു വീഡിയോയോട് കൂടി ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ.